പുണ്യക്കാരെ ഇവിടെ പെരുന്നാക്കുള്ള പടക്കം തന്നെ വാങ്ങിയില്ല. അപ്പൊ ഇതിന് വിഷുവിനുള്ള പടക്കം വാങ്ങി പൊട്ടിച്ചു തുടങ്ങിയോ? എവിടുന്നാണ് ഇപ്പൊ ഈ പൊട്ടിച്ചത്? അപ്പുണ്യ ഉസുറും മുടി പറഞ്ഞ സാധനമാണ്. ആ ഒത്തുങ്ങനെ പോയിരിക്കല്ല. പെരുന്നാളിന്റെ പടക്കല്ല ആദ്യം പൊട്ടിച്ച, വിഷുവിനുള്ള പടക്കം തന്നെ കൊടുത്ത് പൊട്ടിച്ചല്ല. ഞാൻ ചവിട്ടാണല്ലോ. ഞാൻ പൊട്ടി കഴിഞ്ഞില്ലാന്നാണ് വിചാരിച്ചത്. എന്ന് വെച്ചാൽ പടക്കം പൊട്ടിച്ചാൽ ഇന്നെ വിളിച്ചാലോ. എവിടുന്നായിരിക്കും പെട്ടെന്ന് ഒരു ധൈര്യം കിട്ടിയത്? എനിക്കൊന്ന് പൊട്ടിക്കാൻ തോന്നുമ്പോ ഞാൻ പൊട്ടിക്കും, നാളെങ്കിൽ ഒന്ന് ഞെട്ടിക്കാൻ തോന്നുമ്പോ അലത്തുച്ച് അത്ര ധൈര്യം ഉണ്ട്. ആ പനുട്ടിയാണെങ്കിൽ ഇതൊന്ന് പൊട്ടിച്ചാച്ച്. ഇതിന്റെ രണ്ട് ഭാഗം ഇങ്ങനെ നിക്കണോണ്ട് ഇതിന്റെ ശുക്രൻ ചെരിഞ്ഞിരിക്കുക. അപ്പൊ ഈ സമയത്ത് പൊട്ടിക്കാൻ പാടില്ല. നോമിനൽ ഇത് പൊട്ടിച്ചാൻ പേടിയുള്ളൂ. നോമ്പിരിച്ചത് പൊട്ടിച്ചാൻ പേടിയില്ല. അതങ്ങനെയാണ് ഇതിന്റെ ധൈര്യം ഉണ്ടെങ്കിൽ പൊട്ടിക്കുക. വാ കാണിച്ചു തരാം. ഒരു 3 കിലോമീറ്ററിന്റെ പാറ ഒരു ഒറ്റ വെടിക്കണ അമർത്തിയ മനുഷ്യനാ ഞാൻ. പിന്നെ ഈ അടക്ക കിട്ടിയ ഈ സാധനം പറഞ്ഞു വരുമ്പോ വലിയ ഗുണ്ടാണത്. ഓടിക്കോ 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 ഓടിക്കോ. എന്തൊക്കെ മാറിക്കോളൂ. എന്റെ തേങ്ങയ്ക്കാ താൻ എന്റെ കക്കൂസിന്റെ ഉള്ളിൽ കയറി ചെറുതായിട്ടൊന്ന് പാളി. എന്തായി? വാ കാണിച്ചു തരാം. പാത്രം കെട്ടുന്നുണ്ടല്ലോ. എന്താ കരിഞ്ഞുണ്ണി ചെറുതായിട്ടൊന്ന് മാറി. ഗുണ്ടിന്റെ പതിൽ ലൈറ്റർ വെച്ചിട്ട് അടച്ചു. അപ്പൊ നീ എവിടുന്ന് ഈ പടക്കം വാങ്ങി? മുള്ളത്ത് പടക്കക്കടയുണ്ട്. വെറ്റിലടക്ക വരെ കഴിഞ്ഞു. മുള്ളത്ത് പടക്കക്കടയിന്നാ വാങ്ങി? മുന്നത്തൊന്നും പൊട്ടാത്ത വലിയ ഭാഗ്യം. അപ്പൊ നീ അന്റെ മുണ്ടൊക്കെ കത്തി കഴിഞ്ഞു. ഭാഗ്യത്തിന് എന്റെ തുണിക്കൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് മുള്ളത്ത് പടക്കക്കടി